സ്പേസ് ടൈം അഥവാ സ്ഥലകാലം എന്ന് കേട്ടാൽ സ്ഥലവും കാലവും എന്ന ധാരണയാണ് പെട്ടെന്ന് നമുക്കുണ്ടാകുക. കാരണം നമ്മുടെ ദൈനംദിന ജീവിതാനുഭവങ്ങൾ അങ്ങനെ ഒരു ധാരണയാണ് നമുക്കുണ്ടാക്കിയിരിക്കുന്നത്. നമ്മുടെ മതസങ്കല്പങ്ങളും ആ ധാരണയ്ക്ക് അടിവരയിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ സെമിറ്റിക് മതസങ്കല്പം അനുസരിച്ചാണെങ്കിൽ പ്രപഞ്ച സൃഷ്ടിയുടെ ഒന്നാം നാൾ, അതാണ് ഒന്നാം ദിവസം, ആ ദിവസത്തിലാണ് കാലം ആരംഭിക്കുന്നത്. എന്നാൽ അതിനു മുമ്പ് പാഴും ശൂന്യവുമായിരുന്ന എന്തോ ഒന്നുണ്ടായിരുന്നതായിട്ട് സെമിറ്റിക് മതങ്ങൾ വിശ്വസിക്കുന്നുണ്ട്. അതിനകത്താണ് ദൈവത്തിൻ്റെ ആത്മാവ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നവർ വിചാരിക്കുന്നു. അപ്പോൾ അതിന് മുമ്പ് എന്ന് പറയുമ്പോൾ അതിന് മുമ്പും കാലം ഉണ്ടാകണം, അല്ലെങ്കിൽ മുമ്പ് എന്ന് പറയുന്ന വാക്കിന് തന്നെ പ്രസക്തിയില്ല. അങ്ങനെ ഒരു വൈരുദ്ധ്യം ആ സങ്കല്പത്തിൽ, ആ വിശ്വാസത്തിൽ കിടക്കുന്നുണ്ട്. പൗരസ്ത്യ സങ്കല്പം അനുസരിച്ചാണെങ്കിൽ കാലം ചാക്രികമാണ്. കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം, ഇങ്ങനെ യുഗങ്ങൾ ആവർത്തിച്ച് വരികയും അതിങ്ങനെ അനന്തമായി തുടരുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്ത ഒന്നായിട്ടാണ് പൗരസ്ത്യ സങ്കല്പത്തിലെ കാലവിശ്വാസം. ഈ രണ്ട് ധാരണകൾക്കും പൊതുവായ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ സ്ഥലവുമായി വേർപെട്ടാണ് ഈ കാലം നിൽക്കുന്നത്. കാരണം സ്ഥലം സാക്ഷിയായി നിൽക്കുന്നു, കാലം ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നു, അതിൽ ജീവികൾ ജനിക്കുന്നു, മരിക്കുന്നു. പക്ഷേ അങ്ങനെ കാലം ഒഴുകുന്നു, സ്ഥലം അതിന് സാക്ഷിയായി നിൽക്കുന്നു. ഇങ്ങനെയൊരു സങ്കല്പമാണ് ഈ രണ്ട് മതങ്ങളും പൊതുവായി പങ്കിടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് സ്ഥലവും കാലവും രണ്ട് സംഗതികളാണെന്ന ഒരു ബോധമാണ് ഉള്ളത്. അത് നമ്മുടെ സാമാന്യബോധമായി മാറിയിരിക്കുന്നു. എന്നാൽ പ്രാപഞ്ചിക കാലത്തെക്കുറിച്ച് പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രാപഞ്ചിക കാലത്തെക്കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതുമായി യാതൊരു ബന്ധവുമില്ല. കാരണം ഭൂമിയുടെ ഭ്രമണവുമായി ബന്ധപ്പെട്ട് മാത്രമാണ് നമ്മുടെ ഈ സ്ഥലകാല ബോധം നിലനിൽക്കുന്നത്. കാരണം രാവും പകലും ഉണ്ടാകുന്നു, അങ്ങനെ ദിവസങ്ങളുണ്ടാകുന്നു, ആഴ്ചകളുണ്ടാകുന്നു, മാസങ്ങളുണ്ടാകുന്നു, വർഷങ്ങളുണ്ടാകുന്നു, അങ്ങനെ നൂറ്റാണ്ടുകൾ ഒക്കെ ഉണ്ടായി ഇങ്ങനെ കാലം ഇങ്ങനെ പോകുന്നതായിട്ടാണ് നമ്മുടെ അനുഭവം, നമ്മുടെ ദൈനംദിന ജീവിതാനുഭവം. അതിൻ്റെ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു കാലഗണന നമ്മൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. എന്നാൽ പ്രാപഞ്ചിക കാലത്തിന് ഇങ്ങനെയൊരു ബന്ധമല്ല ഉള്ളത്, അല്ലെങ്കിൽ ഈ രീതിയിലല്ല അത്. നമ്മൾ അനുനിമിഷം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിലാണ് ജീവിക്കുന്നത്. എന്നുവെച്ചാൽ പ്രകാശവേഗതയേക്കാൾ കൂടിയ വേഗതയിൽ നമ്മൾ വികസിക്കുന്ന, ദൂരത്തിന് ആനുപാതികമായ വേഗതയിൽ വികസിക്കുന്ന ഒരു പ്രപഞ്ചം. എന്ന് വെച്ചാൽ നമ്മുടെ പ്രപഞ്ചത്തിലെ ഗാലക്സികൾ, നെബൂലകളൊക്കെ അതിവേഗം അകന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരം ഒരു പ്രപഞ്ചത്തിൽ സ്പേസ് എന്ന് പറയുന്നത് എത്രമാത്രം അസംബന്ധമായിരിക്കണം. കാരണം സ്പേസ് എന്ന് പറയുന്ന ഒരു സംഗതിയല്ല ഉള്ളത്. വികസിക്കുന്ന സ്പേസ്, അതും പ്രകാശവേഗത്തേക്കാൾ കൂടുതൽ വേഗത്തിൽ വികസിക്കുന്ന ഒരു സ്പേസിനെ നമുക്ക് സ്പേസ് എന്ന് പറയാൻ പറ്റില്ല. കാരണം ദൂരം അനുനിമിഷം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു സ്പേസാണുള്ളത്. ആ കൂടിക്കൊണ്ടിരിക്കുന്ന ദൂരത്തെ കൂടി അടയാളപ്പെടുത്താതെ സ്പേസ് എന്നതിന് അർത്ഥമില്ലാതാവുന്നു. അപ്പോൾ ആ ദൂരത്തെ അളക്കുന്ന ഒരു പദമാണ് ടൈം. അത് പ്രകാശവർഷത്തിനാണ് നമ്മൾ അളക്കുന്നത്. പക്ഷേ ആ ദൂരത്തെയാണ് ടൈം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ അനുനിമിഷം വികസിക്കുന്ന ഒരു സ്പേസിനെ നമുക്ക് സൂചിപ്പിക്കാൻ അതിൻ്റെ ദൂരവും കൂടി കണക്കിലെടുക്കണം. കാരണം നിമിഷം തോറും കൂടിക്കൊണ്ടിരിക്കുന്ന ദൂരവും കൂടി കണക്കിലെടുക്കുമ്പോഴാണ് അത് പ്രപഞ്ചത്തിൻ്റെ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. വികസിക്കുന്ന പ്രപഞ്ചം എന്ന അർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ടാണ് ആ ദൂരത്തെ കുറിക്കുന്ന ടൈം എന്ന് പറയുന്ന ഒരു മാനവും കൂടി ഒരുമിച്ച് വെച്ചിട്ടാണ് നമുക്ക് സ്പേസിനെ മനസ്സിലാക്കാൻ കഴിയുള്ളൂ. അവിടെ സ്പേസ് ടൈമുമായിട്ട് വേർപെട്ടല്ല നിൽക്കുന്ന, സ്പേസിലെ തന്നെ വികസിക്കുന്ന ആ വികാസത്തിൻ്റെ തോത്, ആ ദൂരത്തിൻ്റെ തോതിനെയാണ് നമ്മൾ ടൈം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്ഥലവും കാലവും അല്ല, സ്ഥലകാലമാണ് എന്ന് ഐൻസ്റ്റീൻ പറഞ്ഞത് ഈ വികസിക്കുന്ന പ്രപഞ്ചം എന്ന അർത്ഥത്തിലാണ്. അപ്പോൾ സ്പേസ് ടൈം എന്ന് പറയുന്നത് സ്ഥലവും കാലവുമല്ല, അല്ലെങ്കിൽ സ്ഥലകാലം എന്ന് പറയുന്നത് സ്ഥലവും കാലവുമല്ല, സ്ഥലകാലം എന്ന് മാത്രമാണ്.